ഗേറ്റ് ഓഫ് ഗോസ്പലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ ചിന്തിക്കുന്ന വിഷയം നോഹ 120 വർഷം പ്രസംഗിച്ചുവോ എന്നതാണ്. ചില ആളുകൾ പ്രസംഗിച്ച് കേട്ടിട്ടുള്ളത് നോഹ 120 വർഷം പ്രസംഗിച്ചു എന്ന് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? വാസ്തവമായി നോഹ എത്ര വർഷമാണ് പ്രസംഗിച്ചത്? 120 വർഷമാണോ അതോ അതിൽ കൂടുതലാണോ? തിരുവചന അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ ഇവിടെ വിചിന്തനം ചെയ്യുവാൻ ഉദ്ദേശിക്കുകയാണ്. നോഹ പ്രസംഗിച്ചു എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ എവിടെയും നോഹ പ്രസംഗിച്ചതായിട്ട് പ്രസ്താവിച്ചിട്ടില്ല. നോഹ പ്രസംഗിച്ചു എന്ന തെളിവ് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പത്രോസിൻ്റെ 1, 2 ലേഖനങ്ങളിലാണ്. അത് പറഞ്ഞിരിക്കുന്നത് ഏത് വേദഭാഗത്താണ് എന്നിവിടെ വായിച്ച് കേൾപ്പിക്കാം. ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് പത്രോസിൻ്റെ 1 ലേഖനം 3 അധ്യായം 19 വാക്യത്തിലാണ്. അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസ്താവനയാണ് എങ്കിലും അത് നോഹയുടെ കാലവുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ നോഹ പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ആത്മാവാണ് നോഹയിലൂടെ പ്രസംഗിച്ചതെന്നാണ് പത്രോസ് അവിടെ പ്രസ്താവിക്കുന്നത്. പക്ഷേ എങ്കിലും നോഹ തന്നെയാണ് അവിടെ പ്രസംഗിച്ചത്. ഒന്നാമത്തെ തെളിവ്, ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. പത്രോസിൻ്റെ 1 ലേഖനം 3 അധ്യായം 19 വാക്യം. ആത്മാവിൽ അവൻ ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. നോഹ പെട്ടകം ഒരുക്കുന്ന സമയം, നോഹയുടെ കാലത്ത് പണ്ട്. അപ്പോൾ നോഹ പെട്ടകം ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ രക്ഷയുടെ അക്കാലത്തെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു എന്ന് ദൈവവചനം പറഞ്ഞിരിക്കയാൽ നമുക്ക് അതിനെ നിസ്സംശയം വിശ്വസിക്കാം. നോഹയിലൂടെ പ്രസംഗിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെയായിരുന്നു. അപ്പം നോഹ പ്രസംഗിച്ചു എന്ന് നമുക്ക് നിശ്ചയമായും ദൈവവചന അടിസ്ഥാനത്തിൽ വിശ്വസിക്കാം. രണ്ടാമത്തെ തെളിവ് പത്രോസിൻ്റെ 2 ലേഖനം 2 അധ്യായം 5 വാക്യമാണ്. പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും. പത്രോസിൻ്റെ 2 ലേഖനം 2 അധ്യായം 5 വാക്യം. അപ്പോൾ ഈ 2 തിരുവചന ഭാഗങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് നോഹ നിശ്ചയമായിട്ടും പ്രസംഗിച്ചു എന്ന് വളരെ സ്പഷ്ടമാണ്. നീതിപ്രസംഗിയായ നോഹ എന്ന് ദൈവവചനം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ്റെ 1, 2 ലേഖനത്തിൽ മാത്രമേ നോഹ പ്രസംഗിച്ചു എന്നും നോഹ നീതിപ്രസംഗിയായിരുന്നു എന്നും ബൈബിളിൽ എവിഡൻസ് ഉള്ളൂ. വേറെ ഒരു സ്ഥലത്തും പുതിയ നിയമത്തിലാകട്ടെ പഴയ നിയമത്തിലാകട്ടെ തെളിവുകളില്ല. അപ്പോൾ നോഹ പ്രസംഗിച്ചു എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. അടുത്തതായിട്ട് നാം ചിന്തിക്കുന്നത് നോഹ എത്ര വർഷം പ്രസംഗിച്ചു? പല ആളുകളും ഇതിനെക്കുറിച്ച് അവബോധമില്ലാതെ 120 വർഷം പ്രസംഗിച്ചു എന്നൊക്കെ ചിലർ അവരുടെ പ്രസംഗ മധ്യത്തിൽ തട്ടിവിടാറുണ്ട്. ഈ കാര്യത്തിൽ ശരിയായിരിക്കുന്ന പഠനം നമുക്ക് ആവശ്യമാണ്. നോഹ 120 വർഷം പ്രസംഗിച്ചു എന്ന് ബൈബിളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. പ്രസംഗിച്ചു എന്നുള്ളത് വാസ്തവമാണ്. അത് എത്ര വർഷം പ്രസംഗിച്ചു എന്ന് നാം ദൈവവചനത്തിൽ നിന്നും അതിൻ്റെ തെളിവ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ 120 വർഷം നോഹ പ്രസംഗിച്ചു എന്ന് ചിലർ പറയുവാനുള്ള കാരണം എന്താണ്? അത് ഒരു ദൈവവചനത്തെ, ഒരു വേദഭാഗത്തെ തെറ്റായി ധരിച്ചിരിക്കുന്നത് കൊണ്ടോ തെറ്റായി വ്യാഖ്യാനിച്ചത് കൊണ്ടോ ആകാം ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ഈ വിശ്വാസ സമൂഹത്തിൽ പടർന്നു പിടിക്കുവാൻ കാരണമായി തീർന്നിരിക്കുന്നത്.
ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലെ ഒരു വാക്യത്തെ, 3-ാം വാക്യത്തെ ആസ്പദമാക്കിയാണ് അത്തരത്തിലുള്ള ഒരു ചിന്താഗതി ചിലരുടെയൊക്കെ ഹൃദയത്തിൽ കടന്നുകൂടിയിരിക്കുന്നത്. ഇതിനെ ശരിയായ നിലയിൽ ദൈവശാസ്ത്രപരമായി പഠിക്കാത്തത് കൊണ്ടും മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ അവർക്കുടെ ജീവിതത്തിൽ കടന്നുകൂടിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. അപ്പോൾ ഈ 120 സംവത്സരം എന്ന് പറഞ്ഞിരിക്കുന്നത് നോഹ പ്രസംഗിച്ച വർഷമല്ല. നോഹയുടെ പ്രസംഗവും ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യവുമായി യാതൊരു ബന്ധവുമില്ല. ഇവിടെ മനുഷ്യന്റെ ശരാശരി ആയുസ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും മനുഷ്യൻ വ്യതിചലിച്ച് ദൈവത്തോടു കൂടെ നടക്കാതെ, ദൈവഭക്തന്മാരായി തീരാതെ, ദൈവകൽപ്പനകളെ വിട്ട് ദൈവത്തിന് അനിഷ്ടകരമായ വഴിയിലൂടെ സഞ്ചരിക്കുകയും ഓരോരുത്തർ തോന്നിയ പ്രകാരം, ബോധിച്ച പ്രകാരം ഭാര്യമാരെ തെരഞ്ഞെടുക്കുകയും ചെയ്തപ്പോൾ ദൈവം പ്രസ്താവിച്ച കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ ബോധിച്ച പ്രകാരം ഭാര്യമാരെ എടുത്തു. കാരണം അക്കാലത്തും വൈവാഹിക ബന്ധത്തിന് നിയമങ്ങളും കൽപ്പനകളും വ്യവസ്ഥിതികളും ഉണ്ടായിരുന്നു. ആ വ്യവസ്ഥിതികളെ അവഗണിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഭാര്യമാരെ തിരഞ്ഞെടുത്തത് ദൈവസന്നിധിയിൽ തെറ്റും പാപവുമായിരുന്നു. ആ നിലയിൽ മനുഷ്യന്റെ ആയുസ് കുറയുവാൻ കാരണമായി തീർന്നു. അത് ജലപ്രളയത്തിന് ശേഷവും ജലപ്രളയവുമായി ബന്ധപ്പെട്ട വിഷയം കൂടി അവിടെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ മനുഷ്യൻ തന്നിഷ്ടപ്രകാരം ജീവിച്ചത് മുഖാന്തരം, അവർ ഭൂമിയിൽ പെരുകി തുടങ്ങിയത് മുഖാന്തരം ഇനി മനുഷ്യന്റെ ആയുസ് ശരാശരി 120 സംവത്സരമാകും എന്ന് ദൈവം കൽപ്പിച്ചു. ഇത് നോഹയുടെ പ്രസംഗവുമായിട്ട് ഇതിന് ബന്ധമില്ല. മനുഷ്യന്റെ ശരാശരി ഈ ഭൂമിയിലുള്ള ആയുസ്സിനെ കുറിച്ചുള്ള വിവരണമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നോഹ എത്ര വർഷം പ്രസംഗിച്ചു? നമുക്ക് അതിൻ്റെ തെളിവുകളിലേക്ക് പ്രവേശിക്കാം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ, നോഹയ്ക്ക് 500 വയസ്സായ ശേഷം നോഹ ശേമിനെയും ഹാമിനെയും യാഫത്തിനെയും ജനിപ്പിച്ചു. അപ്പൊ നോഹയ്ക്ക് 500 വയസ്സായപ്പോഴാണ് നോഹ തൻ്റെ 3 പുത്രന്മാരെ ജനിപ്പിക്കുന്നത്. ആ 500-ാമത്തെ വയസ്സ് മുതൽ നോഹ ദൈവത്തോടു കൂടെ നടക്കുവാനും ദൈവഭക്തനായി ജീവിക്കുവാനും താൻ തീരുമാനിച്ചു. അപ്രകാരം നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുവാനായി ഇടയായിത്തീർന്നു. അങ്ങനെ നോഹ ആ തലമുറയിൽ ഉണ്ടായിരുന്ന മറ്റു മനുഷ്യരെ പോലെ ജീവിക്കാതെ ദൈവഭയത്തോടും ദൈവഭക്തിയോടും ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന് ഇഷ്ടമുള്ള വഴികളിൽ നോഹ നടന്നപ്പോൾ, നോഹയും നോഹയുടെ കുടുംബവും ഒഴികെ അക്കാലത്തെ മറ്റുള്ള തലമുറകൾ, മറ്റുള്ള മനുഷ്യർ തന്നിഷ്ടപ്രകാരം ജീവിക്കുവാൻ കാരണമായി തീർന്നു. അങ്ങനെ നോഹയ്ക്ക് കൃപ ലഭിക്കുകയും 500-ാമത്തെ വയസ്സ് മുതൽ നോഹ ദൈവത്തോടു കൂടെ നടന്ന് ദൈവഭക്തനായി ജീവിച്ചു. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ നോഹ ജീവിച്ചപ്പോൾ നോഹ ഒഴികെയുള്ള മറ്റുള്ള മനുഷ്യരെ നശിപ്പിക്കുവാനും ജലപ്രളയത്താൽ അവരെ ശിക്ഷിക്കുവാനും ദൈവം തീരുമാനിച്ചു. ആ കാര്യം നോഹയെ ദൈവം അറിയിക്കുകയും ചെയ്തു. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ, നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു ശേം, ഹാം, യാഫത്ത് എന്ന 3 പുത്രന്മാരെ ജനിപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ഇങ്ങനെ ദൈവഭക്തനായി നോഹ ജീവിച്ചപ്പോൾ ദൈവം നോഹയോട് പറഞ്ഞ്, നീ ഒഴികെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ രക്ഷിക്കും, മറ്റുള്ളവരെല്ലാം നശിപ്പിക്കും. ആയതിനാൽ
നീ ഒരു പെട്ടകം പണിത് ആ പെട്ടകത്തിൽ നീയും നിന്റെ കുടുംബവും കയറി സുരക്ഷിതരായി രക്ഷ പ്രാപിക്കണം. നീ രക്ഷ പ്രാപിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള ജീവജാലങ്ങളെയും രക്ഷിക്കണം. എന്നാൽ നീ പെട്ടകം ഉണ്ടാക്കുന്ന സമയം മറ്റുള്ളവരോട് സുവിശേഷം സത്യം അറിയിക്കുകയും ചെയ്യണം എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ടാണല്ലോ പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നോഹയുടെ കാലത്ത് പണ്ട് ദൈവം ദീർഘക്ഷമയോടിരിക്കുമ്പോൾ തടവിലുള്ള ആത്മാക്കളോട് നോഹ പ്രസംഗിച്ചു, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ആത്മാവിലൂടെ നോഹ പ്രസംഗിച്ചു എന്ന് പത്രോസ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ പെട്ടകം ഉണ്ടാക്കുകയും നോഹ ഈ നീതി പ്രസംഗം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഈ 500-ാമത്തെ വയസ്സിൽ ദൈവത്തോടുകൂടെ നടന്ന് ദൈവത്തിന്റെ സത്യങ്ങളും വചനങ്ങളും ന്യായവിധിയെക്കുറിച്ച് നോഹ പ്രസംഗിച്ചു. എത്ര വർഷം പ്രസംഗിച്ചു? നമുക്ക് നോക്കാം. ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് 600 വയസ്സായിരുന്നു. നോഹയും പുത്രന്മാരും അവന്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയം നിമിത്തം പെട്ടകത്തിൽ കടന്നു. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 6ഉം 7ഉം വാക്യങ്ങൾ. അപ്പോൾ ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയുടെ പ്രായം എത്രയാണ്? 600 വയസ്സ്. അപ്പോൾ 500-ാമത്തെ വയസ്സിലാണ് നോഹ ദൈവത്തോടു കൂടെ നടക്കുകയും നോഹയ്ക്ക് 3 പുത്രന്മാർ ജനിക്കുകയും ആ 3 പുത്രന്മാരും തൻ്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമായിട്ട് ഒരുമിച്ച് ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുവാൻ അവർ തീരുമാനിച്ചു. ആ സമയം മുതൽ തന്നെ നോഹ പ്രസംഗവും തുടങ്ങി, പെട്ടകവും ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ പെട്ടകം ഉണ്ടാക്കുകയും പ്രസംഗം ചെയ്യുകയും ചെയ്ത വർഷം എത്രയാണ്? 100 വർഷമാണ്. 500-ാമത്തെ വയസ്സിൽ നോഹ ദൈവത്തോടുകൂടെ നടക്കുവാൻ തീരുമാനിച്ചു. തൻ്റെ ആയുസ്സിൻ്റെ 600-ാമത്തെ വയസ്സിൽ ജലപ്രളയം ആരംഭിക്കുകയും ജലപ്രളയം ആരംഭിച്ച് ഭൂമി നശിക്കുകയും ജീവജാലങ്ങളെല്ലാം നശിക്കുകയും നോഹയും കുടുംബവും രക്ഷ പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ 600-ാമത്തെ വയസ്സിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയുടെ പ്രസംഗത്തിന്റെ കാലപരിധി എത്രയാണ്? 100 വർഷമാണ്. നോഹയുടെ ആയുസ്സിന്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്ന് ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്ന് 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 11-ാം വാക്യം. അപ്പോ നോഹയുടെ പ്രസംഗ കാലം 100 വർഷമാണ്. 500-ാമത്തെ വയസ്സിൽ താൻ ദൈവത്തിന് വേണ്ടി വേർതിരികുകയും ആ സമയം മുതൽ ദൈവത്തിന്റെ വഴികളിൽ നടക്കുകയും ദൈവം ലോകത്തിന്റെ നാശത്തെക്കുറിച്ച് നോഹയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തപ്പോൾ ആ സമയം മുതൽ പെട്ടകം ഒരുക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു. അപ്പോൾ നോഹയുടെ പ്രസംഗത്തിന്റെ കാലപരിധി 100 വർഷമാണ്. നോഹ പെട്ടകമുണ്ടാക്കിയതും ഈ 100 വർഷം കൊണ്ട് തന്നെയാകണം നോഹ ഈ പെട്ടകമുണ്ടാക്കി പൂർത്തീകരിച്ചത്. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചത്, പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ആത്മാവിൽ ചെന്ന് നോഹയിലൂടെ പ്രസംഗിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പെട്ടകമുണ്ടാക്കലും പ്രസംഗവും ഒരുമിച്ചാണ് നോഹ കൊണ്ടുപോയത് എന്ന് വേണം നാം മനസ്സിലാക്കുവാൻ. അപ്പോൾ നോഹയുടെ ഈ നീതി പ്രസംഗം ചെയ്ത കാലഘട്ടം 100 വർഷമാണ് എന്ന് വളരെ വ്യക്തമായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 120 വർഷം നോഹ പ്രസംഗിച്ചു എന്നുള്ളത് വേദവിപരീതമായ ആശയമാണ്. അത് മനുഷ്യന്റെ ശരാശരി ആയുസ്സിനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജലപ്രളയത്തിന് ശേഷം പിന്നീട് വരുന്ന ഈ കാലഘട്ടം വരെ മനുഷ്യന്റെ ആയുസ് 120 വയസ്സെന്ന ശരാശരിയിലേക്ക് മാറ്റപ്പെട്ടു. സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ ആയുസ് 70 സംവത്സരം, ഏറെ ആയാലോ 80 എന്നാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്ന് കേവലം മനുഷ്യന്റെ ആയുസ് ശരാശരി 120 വയസ്സിന് താഴെയായി അത് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പൊ നോഹയുടെ പ്രസംഗകാലം എത്രയാണ് എന്ന് നമുക്ക് ദൈവവചന അടിസ്ഥാനത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചല്ലോ. അപ്പൊ 120 വർഷം നോഹ പ്രസംഗിച്ചു എന്നുള്ളത് ശുദ്ധ അബദ്ധമാണ്, അത് തെറ്റാണ്. നോഹ 100 വർഷമാണ് താൻ പ്രസംഗിച്ചത്. തൻ്റെ 600-ാമത്തെ വയസ്സിൽ ജലപ്രളയം ആരംഭിച്ച് ഭൂലോകമൊക്കെയും നശിക്കുകയും നോഹയുടെ കുടുംബവും ജലപ്രളയത്തിലൂടെ രക്ഷപ്പെട്ടു എന്ന് വചനം അസന്നിഗ്ധമായ ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ വിലപ്പെട്ടതായ സത്യം ഗ്രഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.